നമ്മൾ അമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ എൻ്റെ ചായ ഇടുന്നതിനോടൊപ്പം തന്നെ ചോറും അങ്ങ് വെക്കും ല്ലേ. അപ്പം അങ്ങനെ ചോറ് വെച്ചതിന് ശേഷം ഞങ്ങൾ ഒരു ആവശ്യത്തിന് പുറത്ത് പോയി വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ അറിയാം ചോറിന് വേറെ കറികളൊന്നും വീട്ടിലില്ലാഞ്ഞതുകൊണ്ട് നമ്മൾ പുത്തൻകുരിശിലുള്ള കറിക്കടയിൽ കയറി ട്ടോ. കറിക്കടയ്ക്ക് പലയിടത്തായിട്ട് ഔട്ട്ലെറ്റ്സുകളുണ്ട്. അപ്പോൾ അവിടെ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ 1 മണി കഴിഞ്ഞതുകൊണ്ട് കറികളൊക്കെ തീർന്നു തുടങ്ങി. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വരുന്ന കുറച്ച് കറികളൊക്കെ ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളത് മേടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇപ്പം നിങ്ങൾക്ക് വരുന്നവരെ സംബന്ധിച്ച് കറികൾ മാത്രമല്ല, ബിരിയാണി റൈസ് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആദ്യം എല്ലാം തുറന്ന് നോക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കിയതാണ്. അപ്പോൾ എല്ലാം തീർന്നു തുടങ്ങി, സമയം അത്രയും ലേറ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പം കോവയ്ക്ക കൊണ്ടാട്ടം, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ ഫ്രൈ, ചിക്കൻ 65, പിന്നെ അതുപോലെ ബീഫുണ്ട്, പോർക്ക്, ഫിഷ് കറി, പിന്നെ കൂടാതെ നിങ്ങൾക്ക് ലിവർ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ് കറിയൊക്കെ തീരാൻ തുടങ്ങി, അറ്റത്ത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ മാങ്ങ മപ്പാസും കടുമാങ്ങയും പിടിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ബാക്കിയെല്ലാം തീരാൻ തുടങ്ങി. പിടി കുറച്ചുണ്ട്, ബാക്കിയുള്ള കറികളൊക്കെ കുറച്ച് കുറച്ചുള്ളതാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇനി ഇറങ്ങുകയാണ്. ഇവർക്ക് ഇവിടെ ഇവൻറ്റ് മാത്രമല്ല കേട്ടോ, വലിയ ഇവൻറ്റ്സൊക്കെ നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡൊക്കെ ബുഫേ സിസ്റ്റം എല്ലാ രീതിയിലും അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയ പാക്കറ്റൊക്കെ പൊട്ടിച്ചു, ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടെ അത് പരിചയപ്പെടുത്താറാണെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ചോറിന് എന്തായാലും ചിക്കൻ ഫ്രൈയും പോർക്കും കടുമാങ്ങയാണ് എടുത്തത് കേട്ടോ. തൈര് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെടുത്ത് കഴിച്ചപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. പുറത്ത് പോയിട്ട് പോർക്ക് കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യമായിട്ടാണ് കേട്ടോ. സാധാരണ പോർക്ക് ഉണ്ടാക്കുന്ന പുറത്ത് പോയി കഴിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. പിടിയും ചിക്കൻ റോസ്റ്റും അതും അസാധ്യ രുചിയാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.